കർത്താവ് നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച കർത്തൃദാസിയോടും കുടുംബത്തോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആമേൻ. ആം, എനിക്കറിയാം ഇത് ലാസ്റ്റ് സെക്ഷനാ തോന്നുന്നു. യെസ്, കർത്താവിന്ന് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. ആന്റി ഞാന് ഇന്നലെ തൊട്ടേ ഞാൻ വിളിക്കണോ വേണ്ടേ? കാരണം ഞാൻ കുറച്ച് ഈയിടയിൽ കുറച്ച് ഇത്തിരി യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം പോയ എവിടെന്നോ എനിക്ക് നല്ല വൈറൽ ഫീവർ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോ എനിക്കിങ്ങനെ എണീറ്റിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുമായിരുന്നു, ഇച്ചാ ഞാൻ വിളിച്ച് പറയട്ടെ ആന്റിയോട്, അല്ലെങ്കിൽ ഇച്ചായൻ കയറുമോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഞങ്ങൾ പ്രത്യേകിച്ച് 21 ഡേയ്സ് പ്രേയറിലാണ്. ബലഹീനതയാണെങ്കിലും ഞങ്ങൾ 21 ഡേയ്സ് കണ്ടിന്യൂ പ്രേയറിൽ ഇരിക്കുവാണ്. ആ സമയത്ത് അദ്ദേഹം വന്ന് പറയുണ്ടായി, നീ മീറ്റിംഗ് വേണ്ടാന്ന് പറയണ്ട, കാരണം ഇതിനകത്ത് ഭയങ്കര ബ്രേക്ക് ത്രൂ ചലിക്കാൻ പോവുകയാണ്. അപ്പൊ അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുമായിരുന്നു, ഇച്ചാ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്നോട് ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് സംസാരിക്കണോ അതാകണം കൊടുക്കണം, ഫ്രഷോടെ കൊടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പോ എനിക്ക് ഒന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്ക് ഒരു ചായയൊക്കെ നല്ല അടിപൊളി ചായയൊക്കെ ഇട്ട് തന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇതൊക്കെ കുടിച്ചിട്ട് ധൈര്യമായിട്ട് എണീക്ക്, നിനക്കുള്ളത് കർത്താവ് തരും. അങ്ങനെ ഞാൻ ആ ചായയൊക്കെ കുടിച്ചപ്പോഴത്തേനും ഞാൻ അങ്ങ് വേർക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എണീറ്റിരുന്ന് പ്രെയർ ചെയ്തപ്പോ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ഇതിനകത്തായിരിക്കുന്നവർ റിസീവിങ് മൈൻഡ് സെറ്റിലൂടെ ആയിരിക്കണം. കർത്താവ് അങ്ങനെ ചില മേഖലയെ ഇന്ന് രാത്രികാലം നമ്മളുടെ ഇടയിൽ കർത്താവ് തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അത് ഡീപ്ലി നമ്മുടെ ഇടയിൽ അത് തുറക്കണമെങ്കിൽ നമ്മൾ റിസീവിങ് മൈൻഡ് ഉള്ളവരായിരിക്കണം. അത് പ്രാപിച്ചെടുക്കുവാൻ ആമേൻ ആഗ്രഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർ അത് അങ്ങനെ വിശ്വസിക്കുന്നു? കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവാന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഈ ദിവസങ്ങളില് വളരെ ശക്തമായി സംസാരിക്കുന്ന കാര്യമാണ് ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അമേൻ. ഞാൻ അതിലോട്ട് പോകുന്ന മുമ്പേ അല്പസമയം അന്യഭാഷയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് തുറക്കണം. ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് നമ്മൾ ഇന്ന് ശുശ്രൂഷിക്കുകയും ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന്റെ കീഴിൽ നമ്മൾ ഇന്ന് ചിലത് പ്രാപിച്ചെടുക്കുകയും വേണം. ആമേൻ. ഹാലലൂയ. വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ബുദ്ധിയാത്മാവുമായി ഒന്ന് കണക്ട് ആയാട്ടെ. കർത്താവെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിനകത്തിരിക്കുന്നു. പിതാവെ, ഇന്നത്തെ രാത്രി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒറ്റ രാത്രികൾ കൊണ്ട് ആമേൻ ഇന്ന് ചില അഭിഷിക്തരെ ഇന്ന് രാത്രികാലം അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുകയാണ്. Lebrahandu legina smahfotoriantana sharara teliantal kadagasiantana leka telia lekita lehina tharaya rosma hateliantoro foliantana o shalaka teli brahasiantana വാകൾ തുറന്ന് അല്പസമയം ഹോളി സ്പിരിറ്റുമായി ഒന്ന് സംസാരിച്ചാട്ടെ, കർത്താവുമായി ഒന്ന് കണക്ട് ആയാട്ടെ. യെസ് ലക്കിറ്റ റബതുരിയാന്തന ലേഖതോറിയാന്തന ലശരഥേലിയാന്തന. ഈ ആശാലത വത്സലനുമായി ബന്ധപ്പെട്ട ഡിവൈസിനോട് ആന്റി, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാ. ആമേ, നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബ്രേക്ക് ത്രൂ ഈ 6ാം മാസം വെളിപ്പെടാൻ പോവുകയാണെന്ന് ആത്മാവ് സംസാരിക്കുന്നു. 6ാം മാസവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചലനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കാൻ പോവുകയാണെന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ആത്മാവ് പ്രവചിക്കുന്നു. ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ എനിക്കറിയില്ല, ആത്മാവിനോട് ഈ കുടുംബത്തെ നോക്കി ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഏലിയാവെ, തളർന്നിരിക്കരുത്, നിനക്കൊരു ദീർഘദൂര യാത്രയുണ്ടെന്ന് ആത്മാവ് ഈ രാത്രികാലം പ്രവചിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ഷിഫ്റ്റിങ്ങിനകത്ത് കർത്താവ് ഈ രാത്രികാലം കൈപിടിച്ച് കയറ്റുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുന്നു.
ഈ ദിവസങ്ങളിൽ കർത്താവ് ഭയങ്കര ഡിവൈൻ കണക്ഷൻസിനെ തരുമെന്ന്, ഡിവൈൻ ആയിട്ടുള്ള ചില കണക്ഷൻസിനെ കർത്താവ് തുറക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആന്റി ഭയങ്കര ബ്രേക്ക് ത്രൂ ചലിക്കാൻ പോവുകയാണ് ആത്മാവ് പ്രവചിക്കുകയാണ്. അമ്മ അത് ഇരട്ടിയാവാൻ പോവുകയാണ്. ആത്മാവ് സംസാരിക്കുന്നു. ഇനിയിപ്പം 10 10ന്റെ ഇരട്ടി എത്രയാണ്, അങ്ങനെ ഇരട്ടിയായത് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവ് പ്രവചിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്ന ആ വിഷയത്തിന്റെ മേല് ജൂൺ മാസം 6ാം മാസം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ കർത്താവ് തുറക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനത് വലിയൊരു സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവ് പ്രവചിക്കുകയാണ്. കാഴ്ചക്കാരായിരിക്കരുതേ ആരും. നിങ്ങൾ അന്യഭാഷകൾ കർത്താവിനോട് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ ആത്മാവുമായി ഒന്ന് കണക്ട് ആയാട്ടെ. ഇന്ന് പ്രാപിക്കുവാൻ നിങ്ങൾ പ്രാപിക്കുവാൻ ദാഹമുള്ളവരായി ഇതിനകത്തായിരുന്നാട്ടെ. അതിനകത്ത് ഈ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് എന്നെ ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. നിങ്ങളുടെ ബിസിനസ് ഇപ്പോ ഭയങ്കര ലോസിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നുവെങ്കിൽ അടുത്ത 3 മാസത്തിനകത്ത് ആ ബിസിനസിനകത്ത് ഭയങ്കര ഫ്ലറിഷ്നെസ് വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവ് പ്രവചിക്കുകയാണ്. Welcome Holy Spirit. Welcome Holy Spirit. Welcome Holy Spirit. Welcome Holy Spirit. Lebrahandori barahatal kadagasiam. ഇതിനകത്ത് ആശിഷ എന്ന പേരുമായി കണക്ട് ആയ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ആശിഷ എന്ന് പറഞ്ഞ് കണക്ട് ആയ ആരെങ്കിലും ഉണ്ടോ പേര്? ആശിഷ് ഉണ്ട്. നമ്മുടെ മേരിക്കുട്ടി സാമൂല സിസ്റ്ററുടെ മകന്റെ പേര് ആശിഷ്. ഓക്കെ. ലബാസെഖേലിയ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഷറാഥേലി ബരഹന്തുൽ കടഗസിയാന്തന ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചലനങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചലനങ്ങൾ സംഭവിക്കട്ടെ. ഭയങ്കര ഫ്രീഡം ആ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ദുഷ്ടന്റെ സകല അമിക്കയറുകളും പൊട്ടട്ടെ. മരണദൂതൻ കരുതി വെച്ചിരിക്കുന്ന സകല മരണക്കുരുക്കുകളും ആ ഭവനത്തിനകത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സഭയായി അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്, അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ലാബ ശാന്താന ചില ആക്സിഡന്റ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. റൂഖമന ഹന്തൽ ഖഡഗസിയ ലഗര ഹന്തൽ ഖഡഗബൈരി അന്തന ലീബ ഹന്തോ റോസെഖീല ഹറഹസിയാന്തന ലീബ്ര ഹന്തോ റകീന ഹന്തൽ ഖഡഗദീരിയ ലശററ തേലിയാന്തന ലീബ ഹന്തു റഗീസ്മ തേരിയാന്തറോ ഷെഖേലിയാന്തന ലീഖബറ ഹത്തുര ഖഡഗദനയ. ആ കുടുംബത്തിനകത്ത് ഭയങ്കര ഗ്രേറ്റ് മൂവിങ്ങുകൾ സംഭവിക്കട്ടെ. സ്റ്റക്കായി നിൽക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന് മൂവിങ്ങുകൾ സംഭവിക്കട്ടെ. Liba laba laba lo sharaba tori antana libra handoro hoturi beri handal kadagasi antana o sharatheri andal kadagasi antana. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. എല്ലാ ഡ്രൈനസിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. പരിശുദ്ധ ആത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഓവർഫ്ലോയിങ് ഇതിനകത്ത് ഒഴുകട്ടെ. ഒരു ഫ്ലോ ആയി ഇതിനകത്ത് അനോയിന്റിങ് ചലിക്കട്ടെ. ഇതിനകത്ത് ഓവർഫ്ലോയിങ് വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു flowing anointing ഇതിനകത്ത് സംഭവിക്കട്ടെ. യെസ് ലോർഡ് യെസ് റെബെ ബബ നികമ സെകേലിയാന്തന റഷ്മ തേലിയാന്തന റോകോമോസിയാന്തന. ഈ സമയം ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെ ഉള്ളിനകത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇങ്ങനെ ഒഴുകുന്ന തരത്തിലുള്ള അനോയിന്റിങ് കർത്താവ് ഈ സമയം ചലിപ്പിക്കുകയാണ്. നീ ചക്ക
സ്റ്റക്കായി നിന്ന ചില മേഖലയ്ക്കകത്ത് നിന്ന് മൂവിങ് ചെയ്യാൻ പോവുകയാണ്, മൂവിങ്ങുകൾ നടക്കാൻ പോവുകയാണ്. എന്തോ ആരുമായൊക്കെ ബന്ധപ്പെട്ട് ആത്മാവ് പ്രവചിക്കുകയാണ്. ഇതിനകത്ത് മൂവിങ്ങുകൾ സംഭവിക്കാൻ പോവുകയാണ്. ലബര ഹന്തൽ ഘടകസിയാന്തന, പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, തലമുറയുടെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഹോളി സ്പിരിറ്റ് ഡീപ്ലി സംസാരിക്കുകയാണ്. അതിനകത്ത് ആ വ്യക്തിക്കകത്ത് കർത്താവിന്റെ ആത്മാവ് ചലിക്കുകയാണ്. സാൽവേഷൻ ഇറങ്ങുകയാണ്. ആ കുടുംബത്തിനകത്ത് സാൽവേഷൻ ഇറങ്ങുകയാണ്. ഹന്തൽ ഘടകസിയാന്തന ലീശറോ ഥേലിയാന്തന ലറ്റലകസിയാന്തല ഘടകദന ലോഗ്രഹ തുരിബിരി ഘടകദന ഹത്തുൽ ഘടകസിയാന്തന റെബിന ഹന്തൽ ഘടകസിയാന്തന ലഷ്മതേലിയാന്തന ധൽ ഘടകസിയാന്തോ റോക്കിന ഹസ്മതേലിയാന്തന. ഇതിനകത്ത് കയറിയിരിക്കുന്നത് സർജറികളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ചില സർജറികൾ, ചില ബ്രെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സർജറികളെ ക്യാൻസൽ ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കയിൽ നിന്ന് എന്നെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ അവരോട് ഞാൻ ദൂത് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന സകല നുഖത്തെ ഇന്ന് സഭ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ആമേൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുക, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുക. ആ വചനത്തിന്റെ വിശ്വാസത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. ചില രോഗങ്ങൾക്കകത്ത് ഭയങ്കര ഹീലിംഗ് ചലിക്കട്ടെ. സർജറി എനിക്കറിയില്ല, അങ്ങനെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു. ചില സർജറികൾക്കകത്ത് ദൂതന്റെ ഇടപെടലുകൾ സംഭവിക്കാൻ പോവുകയാണ്. എനിക്കറിയില്ല, ആത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഈ സർജറി, ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെയുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുക. അതിനകത്ത് ദൂതൻ ഇടപെടാൻ പോവുക. യെസ് ലാഥാരബര ഹന്തൽ ഘടകസിയ ലോഷര ഖമന ഹന്തൽ ഘടകമനിയ. യെസ് ഫയർ ലോർഡ്, Fire Jesus. ഇതിനകത്ത് ഭയങ്കര ഹീലിംഗ് ആരംഭത്തിലെ കർത്താവ് ചലിപ്പിക്കുകയാണ്. ഭയങ്കര ഹീലിംഗ് നടക്കുകയാണ്. തിമിരം പോലുള്ള അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനകത്ത് കാഴ്ചയെ നശിപ്പിക്കുന്നത്, മങ്ങലിനെ കൊണ്ടിടുന്ന സകല തിമിരത്തിന്റെ സകല പ്രയാസങ്ങളെ, തിമിരത്തിന്റെ സകല അസുഖങ്ങളെ പ്രാരംഭത്തിന് ഹോളി സ്പിരിറ്റ് ഇറങ്ങി അതിനെ ഡീൽ ചെയ്യുകയാണ്. ഹീലിംഗ് നടക്കുകയാണ്. യെസ് ലരഥേലിയാന്ധോരോ ലഗര ഹന്തൽ ഘടകസിയ ലകതേലിയാന്തൽ ഘടകമന ഹന്തൽ ഘടകസിയാന്തൽ ഘടകബേരി അന്തൽ ഘടക ലഗത്തൽ ഘടക ഷാരഗത്തൽ ഘടകദേരിയ. ഇത് പറയുമ്പോൾ തന്നെ ചില നുഖങ്ങൾ അഴിയുകയാണ്. ചില കുടുംബങ്ങൾക്കകത്തും ചില നുഖങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. 7 വർഷങ്ങൾ കൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടിട്ട ചില വർഷങ്ങളുടെ കണക്കുള്ള ചില നുഖങ്ങളെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം പൊളിക്കുകയാണ്. ആത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാ. ഈ ഡെന്നി തോമസ് എന്ന് പറഞ്ഞ ഡിവൈസിനുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യമാ. ആമേൻ. നിങ്ങൾ കർത്താവ് നിങ്ങളെ ഭയങ്കര മൈറ്റിയായി ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എനിക്കറിയില്ല ആത്മാവ്, എനിക്കറിയില്ല, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ ഹോളി സ്പിരിറ്റ് സംസാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രൊഫസി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പോലെ കർത്താവിന്റെ ആത്മാവ് ഇത് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് ഒരുക്കി കാത്തിരിക്കുകയാണ്. ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ ദിവസങ്ങൾ ശക്തമായി സ്പിരിറ്റ് തലത്തിന്റെ അടുത്ത നിലവാരത്തിലേക്ക് കയറണമെന്ന് പ്രവചിക്കുകയാണ് ആത്മാവ് പ്രവചിക്കുകയാണ്. ഇപ്പോഴുള്ള ചില സ്ട്രഗിൾസിനെ നിങ്ങൾ നോക്കി, ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളെ നിങ്ങൾ നോക്കി, നിങ്ങളുടെ സ്പിരിറ്റ് ലൈഫിനെ കളയരുതെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ അത് അസ്വസ്ഥനായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവത്തില്ല. പക്ഷെ ചില മനസ്സിനകത്ത് കർത്താവ് ഭയങ്കര ഹീലിംഗ്, എനിക്കറിയാം, അങ്ങനെ സംസാരിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ ഈ മനസ്സിനകത്ത് പരിശുദ്ധ ആത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഹീലിംഗ് ഇറങ്ങുക. അതിനപ്പുറം ഹോളി സ്പിരിറ്റിന്റെ ആത്മാവിന്റെ പീസ് ഇറങ്ങുകയാണ്.
സമാധാനം. എനിക്കറിയില്ല, നിങ്ങളെ നോക്കി അങ്ങനെ കർത്താവിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. സമാധാനം, ശാലോം, ശാലോം, സമാധാനത്തെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുക. നിങ്ങളെ അസ്വസ്ഥനാക്കുന്ന ചില മേഖലകൾ, നിങ്ങളെ വല്ലാതെ അങ്ങ് ഇറുക്കിക്കളയുന്ന, ടൈറ്റാക്കി കളയുന്ന ചില മേഖലകളെ ഇന്ന് ഹോളി സ്പിരിറ്റ് പൊളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങൾ പുതിയ തീരുമാനങ്ങളോട് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് വലിയവനാണ് ആത്മാവ് പ്രവചിക്കുന്നു. ചില തകർച്ചകൾ മാറുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചില തകർച്ചകളെ കർത്താവ് ഇന്ന് ഡീൽ ചെയ്യുകയാണ്. യെസ്, ചില തകർച്ചകൾ എനിക്കറിയാം, ചില ബ്രോക്കൺസ് കർത്താവ് ഇന്ന് ഹീൽ ചെയ്യാൻ പോവുകയാണ്. അതിനെ ലബ ശാന്താരബ ഹത്തുരകടകദനിഹ ലകതേരിയാന്തനഹ ലകസ്മാതേലിയാന്തന. മുമ്പിൽ ചെങ്കടൽ എന്ന് കരുതി മാറി നിൽക്കരുത്. എനിക്കറിയില്ല, ആത്മാവിനോട് അങ്ങനെ ഇടപെടുകയാണ്. മുന്നിൽ ചെങ്കടല, അതിനപ്പുറം എനിക്ക് യാത്ര ചെയ്യാനുണ്ട്, പക്ഷെ എനിക്ക് പോവാൻ പറ്റത്തില്ല. ചെങ്കടൽ എന്ന് കണ്ട് നീ തിരിഞ്ഞോടരുത്. ചെങ്കടലിനപ്പുറം നിന്റെ അധികാരത്തെ ഉപയോഗിച്ച് നീ ഒന്ന് അതിനെ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ ആ ചെങ്കടലിന്റെ നടുവിലൂടെ കർത്താവ് നിനക്ക് വഴിയൊരുക്കുവാൻ ശക്തനാണെന്ന് ആത്മാവ് ഈ രാത്രികാലം പ്രവചിക്കുകയാണ്. കണ്ണീര് തുടക്കുക. ലോകം നിങ്ങളുടെ കണ്ണുനീര് കണ്ടെന്ന് വരത്തില്ല. എനിക്കറിയില്ല, ആത്മാവ് എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുക. ലോകം കാണുന്നതല്ല, ലോകം കാണുന്നതിനപ്പുറം കർത്താവിന് നിങ്ങൾ പ്രിയപ്പെട്ടവനാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. എനിക്ക് നീ പ്രിയപ്പെട്ടവനാണെന്ന്. ഓ യെസ് ലോർഡ്, ഫയർ. എനിക്ക് നീ പ്രിയപ്പെട്ടവനാണെന്ന് കർത്താവ് പ്രവചിക്കുകയാണ്. നിങ്ങളിപ്പോ, എനിക്കറിയില്ല, നിങ്ങളുടെ വാഹനത്തിലാണെന്ന് തോന്നുന്നു, കർത്താവിന്റെ ഭയങ്കര സംരക്ഷണം അതിനകത്ത് കർത്താവ് ഇറക്കുകയാണ്. അങ്ങനെ നിങ്ങളെ കംഫർട്ട് ചെയ്യുന്ന, മനുഷ്യരിൽ നിങ്ങൾക്ക് കഴിഞ്ഞ നാളിൽ ഒരു കംഫർട്ട്നെസ് കിട്ടിയില്ല. നിങ്ങൾ ആശ്രയിച്ച ചില വ്യക്തികളുടെ മേൽ ഒരു കംഫർട്ട്നെസ് നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങളായിരുന്ന ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കംഫർട്ട്നെസ് കിട്ടിയില്ല. നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കംഫർട്ട്നെസ് കിട്ടിയില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഹോളി സ്പിരിറ്റ് നിങ്ങളോട് ആലോചന പറയുകയാണ്. ബ്രദറെ, കർത്താവ് ഒരു കംഫർട്ടറായി ഇത് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ആശ്വാസദായകനായി. കർത്താവ് അല്ലാതെ വേറൊരു ഷെൽട്ടർ ഇല്ല എന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ, നാളെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന നിങ്ങൾ അവരോട് ഇതുപോലെ പ്രവചിക്കും. കർത്താവ് ഷെൽട്ടറായി ഇറങ്ങാൻ പോവുക കേട്ടോ. അടിവരയിട്ട് ക്ലോസ് ചെയ്ത ചില വിഷയങ്ങൾ, മനുഷ്യൻ നിനക്ക് മുമ്പിൽ ക്ലോസ് ചെയ്തതിന് മുമ്പില്, മനുഷ്യനാ ക്ലോസ് ചെയ്ത, ദൈവമല്ല. മനുഷ്യൻ ക്ലോസ് ചെയ്ത് നിന്നെ റിജക്ട് ചെയ്ത ചില മേഖലയുണ്ടല്ലോ. എനിക്കറിയില്ല, അങ്ങനെ ആത്മാവ് സംസാരിക്കുന്നത്. റിജക്ട് എന്ന് എഴുതി വിട്ട മേഖലയ്ക്കകത്ത് നിന്ന് നിനക്ക് വലിയ അക്സെപ്റ്റൻസ് വെളിപ്പെടാൻ പോവുകയാണ്. ഭയങ്കര അംഗീകാരം വെളിപ്പെടാൻ പോവുകയാണ്. പക്ഷെ ഹോളി സ്പിരിറ്റിന് ഒരു കണ്ടീഷനേ ഉള്ളൂ: എഴുന്നേൽക്കാൻ. സ്ട്രഗിൾസ് കണ്ട്, നിന്റെ സ്ട്രെസ് കണ്ട്, സ്ട്രെയിൻ കണ്ട് മാറി നിൽക്കാനല്ല. അവിടെ നിന്ന് ഒന്ന് സടകുടൻ ഒന്ന് എഴുന്നേൽക്ക്. നിനക്ക് മുൻപിൽ നിന്ന് ഒത്തിരി എണ്ണത്തിനെ നേടാനുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ വലിയത് കണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അമേൻ. വലിയത് കണ്ടിറങ്ങി തിരിച്ചതാ. പക്ഷെ എവിടെയോ നിങ്ങളുടെ യാത്രകൾക്കകത്ത് എവിടെയോ പിശാച് പതിയിരിക്കുന്നത്, മനുഷ്യനെ വിവേചിക്കാൻ അത് മുഖാന്തരോ നിങ്ങളുടെ ലൈഫിനകത്ത് കടന്നു വന്ന ചില ബ്രോക്ക്നെസ്സിനെ, ചില തകർച്ചകളെ കർത്താവ് ഇന്ന് രാത്രികാലം ഹീൽ ചെയ്യുകയാണ്. ഭയങ്കര ഗ്രേറ്റ് മൂവിങ് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുകയാണ്. റിജക്റ്റ് അല്ല, ഇനി റിജക്റ്റ് എന്ന് പറയുന്നിടത്ത് ആ റിജക്റ്റിനെ വെട്ടിയിട്ട് അക്സെപ്റ്റൻസ് വെളിപ്പെടാൻ പോവുകയാണ്. മനുഷ്യന്റെ സന്നിധി റിജക്റ്റ് ആണെങ്കിൽ ദൈവത്തിന്റെ സന്നിധി അക്സെപ്റ്റൻസ് നേടി തരാൻ പോവുകയാണ്. എല്ലാ കുരുക്കുകളെ ശത്രു കൊണ്ടിട്ടിരിക്കുന്ന, മനുഷ്യൻ കൊണ്ടിട്ടിരിക്കുന്ന, മൂവ് ചെയ്യാൻ തടസ്സമായി നിന്നെ ഫ്രീസ് ആക്കി കളഞ്ഞത്, എനിക്കറിയില്ല, ആത്മാവ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്രവചിക്കുക. നിന്നെ ഫ്രീസ് ചെയ്ത് പറയും, ഒന്നിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഫ്രീസ് ആക്കി കളഞ്ഞു, ഇത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ലോക്ക് ആക്കി കളഞ്ഞു. അങ്ങനെ മനുഷ്യൻ കൊണ്ടിട്ട ചില ലോക്കുകളെ ഇന്ന് ആത്മാവ് പൊളിക്കാൻ പോവുകയാണ്. നീ വിശ്വാസം എന്ന് കണ്ടത്, നിന്റെ സ്വന്തം പോലെ കരുതിയ ചിലത്, നിനക്ക് നേരെ കുതികാല് വെട്ടാൻ കരുതി എഴുന്നേറ്റ ചില സ്പിരിറ്റുകളെ ഇന്ന് ആത്മാവ് ഡീൽ ചെയ്യുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്.
ഇന്ന് സ്വർഗം അതിനെ ഡീൽ ചെയ്യുകയാണ്. സ്വർഗം അതിനെ ഡീൽ ചെയ്യുകയാണ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഈ സമയം സറണ്ടർ ആവും. കർത്താവ്, ഞാൻ തയ്യാറാണ്. എന്നെ നീ ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പിക്കണം. ഞാൻ നീ പറയുന്നത് ചെയ്യുവാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, അടുത്ത 4 മാസത്തിനകം നിങ്ങളെ റിജക്ട് ചെയ്ത, നിങ്ങളെ ഫ്രീസ് ചെയ്ത, ആമേൻ, നിങ്ങളെ ഇപ്പൊ ഒന്നുമല്ലാതെ ഒരു ബിഗ് സീറോ ആക്കി കളഞ്ഞ മേഖലയിൽ നിന്ന് നിങ്ങൾ തുടങ്ങാനാ പോവുകയാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് സീറോയാ. ആത്മാവിനോട് അങ്ങനെ സംസാരിക്കും. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സീറോയാ. നിങ്ങളെ സീറോ ആയതല്ല, നിങ്ങളെ സീറോ ആക്കി കളഞ്ഞതാണ്. അങ്ങനെ സീറോ ആക്കി കളഞ്ഞ മേഖലയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് നിങ്ങളെ പൊക്കാൻ പോവുകയാണ്. ഹോളി സ്പിരിറ്റ് നിങ്ങളെ ആമേ റൈസ് ചെയ്യാൻ പോവുകയാണ്. ആമേ, ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ, ആമേ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ ആത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. Libara hantul kadagasiantana li hatoriantal pragasiantuna li sharateliantana ആത്മാവ് പ്രവചിക്കുകയാണ്. ഭ്രമിച്ചു നോക്കണ്ട, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവ. നിന്നാൽ ഞാൻ അമ്മൻ, അങ്ങനെ ചില സ്ട്രെസ് വരുന്ന സമയത്ത് ഇത് പറയുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുക. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിലിനെ ചാടിക്കടക്കുക. എന്റെ ദൈവത്താൽ ഞാൻ ഈ പ്രശ്നങ്ങളെ ചാടിക്കടക്കും. നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്ത് അസാധാരണമായ കർത്താവിന്റെ ബ്രേക്ക് ത്രൂ ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് നിങ്ങളെ കുരുക്കിയിട്ട് കളഞ്ഞ മേഖലയിൽ നിന്ന് കുരുക്കുകളെ കർത്താവ് പൊട്ടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില കുരുക്കുകളെ, ചില ചങ്ങലകളെ കർത്താവ് ഇന്ന് പൊട്ടിക്കുകയാണ്. ആമേൻ. മനുഷ്യൻ പറഞ്ഞ അസാധ്യം, ഇത് എങ്ങനെ പൊട്ടിക്കുമെന്ന് അറിയത്തില്ല. ഒന്നിനോട് കണക്റ്റായി കിടക്കുകയാണ്. എനിക്കറിയില്ല, ഒരു വ്യക്തി നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ആത്മാവിൽ ഞാൻ കാണുകയാണ്. സഹോദര, ഇത് ഇങ്ങനെയാണ്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഒന്നിനോട് കണക്റ്റായി കിടക്കുകയാണ്. മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് കർത്താവിന്റെ സാധ്യതയുടെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. അഹീതോഫലിന്റെ ആലോചന വ്യർത്ഥമാക്കിയത്, ഹാമാന്റെ കഴുമരങ്ങളെ പൊളിച്ചവൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ആത്മാവ് പ്രവചിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. ഹോളി സ്പിരിറ്റിന് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് ഞങ്ങൾ അങ്ങൊന്ന് ടീച്ച് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ ഗൈഡ് ചെയ്യണം കർത്താവ്. അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ഇടയിൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മാനവ മഹത്വം അങ്ങ് കൂടെ ഇരിക്കണം. മനുഷ്യന്റെ വാക്കുകൾ അല്ല കർത്താവെ, മനുഷ്യനപ്പുറം ഹോളി സ്പിരിറ്റിന് ഇതിനകത്ത് ഇടപെടണം. കർത്താവെ, അങ്ങ് ഇതിനകത്ത് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില വ്യക്തികൾ, ചില ഫിലിപ്പോസുമാരെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. യെസ് ലോർഡ്, ഇതിനകത്ത് ചില ഫിലിപ്പോസുമാർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ വലിയ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. തുടക്കത്തിൽ തന്നെ ഒത്തിരി സമയം പോയി. കർത്താവ് നമ്മളിങ്ങനെ മൂവ് ചെയ്തോണ്ടിരുന്ന നമ്മളിങ്ങനെ മൂവ് ചെയ്തോണ്ടേയിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഭയങ്കര സ്ട്രോങ് ആണ്. ആമേൻ. ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരുന്ന ഞാനിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. എന്നാലും നമുക്ക് വചനവും കൂടെ വേണമല്ലോ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ, കർത്താവ്, ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ഞാൻ ഈ 2026 ഞാൻ തുടങ്ങിയ സമയത്ത് കർത്താവ് എന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ട കാര്യമാണ്, നീ ഈ വർഷം മുഴുവൻ കർത്താവിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ 4-5 തവണ വന്നപ്പോഴും ഞാൻ ശക്തിയുടെ പവർ ഓഫ് വിഷൻ, പവർ ഓഫ് മിനിസ്ട്രി, അങ്ങനെ ശക്തിയുടെ വിവിധ തലങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ ഞാൻ, കർത്താവ്, ഇന്ന് ഞാൻ എന്ത് പറയും? കർത്താവ്, നീ എന്നോട് സംസാരിക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് ഇടപെട്ട കാര്യമാണ് പവർ ഓഫ് ഇവാഞ്ചലിസം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവ് വളരെ ശക്തമായി, ഡീപ്ലി കർത്താവ് ഞങ്ങളോട് ഇടപെട്ട കാര്യമാണ് പവർ ഓഫ് ഇവാഞ്ചലിസം. ഇന്നത്തെ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ട കാര്യമാണ് പവർ ഓഫ് ഇവാഞ്ചലിസം, അല്ലെങ്കിൽ പവർ ഓഫ് ഇവാഞ്ചലിസ്റ്റ്.
ഹല്ലേലൂയ. നമുക്കറിയാം ഇതിനെക്കുറിച്ച് ഒത്തിരി വിമർശനവും ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവാഞ്ചലിസ്റ്റുമായി ബന്ധപ്പെട്ട്. അതൊന്നും നമ്മുടെ ടോപ്പിക് അല്ല. നമ്മൾ ഇന്ന് ഇതിനകത്ത് സംസാരിക്കുന്ന ക്രിസ്തു ആഗ്രഹിക്കുന്ന, കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം എന്തെന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് വളരെ ശക്തമായി ഇന്ന് ഇടപെട്ട കാര്യമാണ് ഇവാഞ്ചലിസം. സഭയ്ക്കകത്ത് ഇനിയുള്ള അടുത്ത സീസൺ എന്ന് പറയുന്നത് ഇവാഞ്ചലിസത്തിന്റെ സീസണാണ്. ഫിലിപ്പോസുമാർ എഴുന്നേൽക്കുന്ന സീസണാണ്. പത്രോസുമാർ എഴുന്നേൽക്കുന്ന സീസണാണ്. സഭയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു ഇവാഞ്ചലിസ്റ്റിന് ചെയ്യാൻ കഴിയും. ഒരു ഇവാഞ്ചലിസ്റ്റിന് എപ്പോഴും ആത്മാക്കളെ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിയും. ഒരു സഭയെ നിറയ്ക്കുന്നതിനപ്പുറം ദൈവരാജ്യത്തെ നിറയ്ക്കുവാൻ ഒരു ഇവാഞ്ചലിസ്റ്റിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അതിന് ആധാരമായി നമുക്ക് എടുക്കാം അപ്പോസ്തല പ്രവൃത്തി 2:47. അപ്പോസ്തല പ്രവൃത്തികൾ 2:47. ഒരുമനപ്പെട്ട് ദിനപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. 2:47 ആണോ? ആണോ? ഒരു മിനിറ്റ്. അല്പസമയം അന്യഭാഷകളിൽ ഒന്ന് കർത്താവിനോട് മഹത്വപ്പെടുത്തിയാട്ടെ, കർത്താവിനോട് സംസാരിച്ചാട്ടെ. ലേഖ ടറ 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 സെക്കേലിയാന്തന റോഷറ കഥേലിയാന്തന ഘടകതന രേഷ്മ തേലിയാന്തന ഘടകതന അതുരഘടകത്തുൽ ഘടകദേരി അന്തൽ ഘടകസിയ ലേഷറ തേലിബര ഹന്തുൽ ഘടകമാന ഹന്തൽ ഘടകസിയാന്തന റേഷക്കേലിയാന്തൽ ഘടകസിയാന്തന യെസ് ലോഡ്. ഞാൻ എഴുതിയ വാക്യം തെറ്റിപ്പോയി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 47 അവസാനം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യെസ്. എനിക്ക് അത് കിട്ടിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, അതൊന്ന് വായിച്ചോട്ടെ, ഒന്ന് വായിക്കൂ അത്. 46 തൊട്ട് വായിച്ച, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തോണ്ട് ബീന സിസ്റ്റർ 46 തൊട്ട് വായിച്ചതാ. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്ന് കർത്താവ് ഹോളി സ്പിരിറ്റിനോട് വ്യക്തമായി സംസാരിച്ച ഒരു കാര്യമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സുവിശേഷീകരണം. മന്ത്ലി വൺസ് വീക്ക് അല്ല, 2 മന്ത് കൂടുമ്പോഴല്ല, ഒരു 1 വീക്ക് ഒരിക്കലല്ല, ദിനം പ്രതി, ഡേ ബൈ ഡേ. ഞാനിത് വായിച്ചപ്പോ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. കർത്താവെ, ദിവസം പ്രതി ആൾക്കാരോ? പ്രത്യേകിച്ച് ചർച്ച നടത്തുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തന്നെ ഷെയിമായി പോയി. നമ്മൾ മാത്രമാണ് അതിന്റെ പുറത്താരോടും പറയണ്ട. ഹല്ലേലൂയ. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആ വാക്യത്തിന്റെ ഡെപ്ത് ഒന്ന് നോക്കിയേ. ഇതാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം. ഇവാഞ്ചലിസം, സുവിശേഷീകരണം. ഇതാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം.
ഈ സീസണിൽ കർത്താവ് നമ്മളോട് ഇടപെടുന്ന കാര്യമാണ്. സഭ പുറത്തു വരണമെങ്കിൽ ഇവാഞ്ചലിസം ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ത്യൻ സഭ പുറത്തു വരണമെങ്കിൽ, ഇന്ത്യൻ സഭ പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആമേൻ, ഈ സഭ പുറത്തു വരണമെങ്കിൽ ആ സഭയ്ക്കകത്ത് ശക്തമായ ഒരു ഇവാഞ്ചലിസത്തിന്റെ ആവശ്യമാണ്. എങ്ങനത്തെ ഇവാഞ്ചലിസമാ? ആമേൻ, ദിനം പ്രതി സഭയോട് ചേർക്കുന്ന ഒരു ഇവാഞ്ചലിസത്തിന്റെ റലം, ഇവാഞ്ചലിസത്തിന്റെ ഒരു പോർട്ടൽ നമ്മുടെ ലൈഫിനകത്ത് നമ്മളായിരിക്കുന്നത് ചുറ്റുപാടിനകത്ത് തുറക്കേണ്ടത് ഏറ്റവും അതിക്രമിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ആവശ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഇവാഞ്ചലിസം? ഇവാഞ്ചലിസം എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുവാണെങ്കിൽ, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ഇവാഞ്ചലിസം. ഹല്ലേലൂയ. ആമേൻ. ഇവാഞ്ചലിസം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഇല്ലാതെ എന്തായാലും നമുക്ക് അടുത്ത മുതിർന്ന ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ ഇന്ന് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവാഞ്ചലിസം. എത്ര പേർ എനിക്കൊപ്പം കേൾക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ഹോളി സ്പിരിറ്റ് വളരെ വ്യക്തമായി ഇന്ന് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ കോളിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ മിനിസ്ട്രി ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആ കോളിങ്ങിനൊത്തവണ്ണം, ആ വിളിക്കൊത്തവണ്ണം ശക്തമായി അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കർത്താവ് ഇന്ന് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാ. ഹല്ലേലൂയ. എന്താണ് ഇവാഞ്ചലിസം? എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം? എങ്ങനെയാണ്? ഇന്ന് അതിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മൾ അതിന്റെ മാൻഡിൽ നമ്മൾ ഒരുമിച്ച് സ്വീകരിച്ച ശേഷം നമ്മൾ അത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവ് എന്നോട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞു, എന്താണ് ഇവാഞ്ചലിസം, എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം, എന്താണ് സുവിശേഷീകരണം, അല്ലെങ്കിൽ എന്താണ് സുവിശേഷകൻ. ആമേൻ. നമുക്ക് സുവിശേഷകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. പരസ്യയോഗം നടത്തുന്ന ആൾക്കാരെ നമുക്കറിയാം, ട്രാക്ട് വിതരണം ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം. അതൊക്കെ ഇവാഞ്ചലിസ്റ്റ് ആണ്, അതൊക്കെ സുവിശേഷകരാണ്, അതിനൊരു തർക്കവും ഇല്ല. പക്ഷെ അത് സുവിശേഷത്തിന്റെ ബേസ് ഫോം ആണ്. ആമേൻ. അവരിൽ കൊടുത്തിരിക്കുന്ന കോളിങ്ങിനൊത്തവണ്ണം അവർ ചെയ്യുന്നു. ദാറ്റ്സ് ഗുഡ്. അവരുടെ ധൈര്യത്തെയും അവരുടെ സാക്രിഫൈസിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. എന്താണ് അതിനപ്പുറം? ആരാണ് ഇവാഞ്ചലിസ്റ്റ്? നമുക്ക് എടുക്കാം എഫിഷ്യൻസ് എഴുതിയ പുസ്തകം ചാപ്റ്റർ 4:16, എഫെസ്യർ 4:16. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെയും അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയായാലും സ്നേഹത്തിനുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എഫെസ്യർ 4:12. 12 16 പറഞ്ഞേ? 16 താഴോട്ട്. 16 16 കഴിഞ്ഞു. ആകയാൽ 11-ാം വാക്യമുണ്ട് സിസ്റ്റർ. 11-ാം വാക്യം. 11-ാം വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. താങ്ക് യു. ഞാന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയോണ്ട് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല. ഞാൻ പറയാം, പെട്ടെന്ന് കർത്താവ് തന്നു, പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. അവൻ ചിലരെ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലവരെ സുവിശേഷകന്മാരായും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? നിയമിച്ചിട്ടുണ്ട്. ആമേൻ. അതിന് കർത്താവ് വെച്ചിരിക്കുന്ന 5-fold മിനിസ്ട്രിക്കകത്ത്, അല്ലെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്ന 5 തരത്തിലെ ശുശ്രൂഷയ്ക്കകത്ത് ഉള്ള ഒരു വ്യക്തിയാണ് ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ സുവിശേഷകൻ. ഹല്ലേലൂയ. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സഭയ്ക്കകത്ത്, നമ്മുടെയൊക്കെ ചർച്ചിനകത്ത് ഈ 5 തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ എഴുന്നേൽക്കണം.
ഹല്ലേലൂയ. ഈ 5 തര ശുശ്രൂഷകൾ യൂസ് ചെയ്യുന്ന വ്യക്തികളും നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകൾ എഴുന്നേൽക്കണം. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്. ഇതിനകത്ത് അതിശക്തരായ സുവിശേഷകർ ഈ നാളുകളിൽ പുറത്തു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഹോളി സ്പിരിറ്റ് ഇടപെടുകയാണ്. അതിശക്തരായ സുവിശേഷകർ ഇതിനകത്ത് നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആരെങ്കിലൊക്കെ ഏറ്റെടുത്തോ. കർത്താവ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സുവിശേഷത്തിന്റെ അടുത്തൊരു നിലവാരത്തിലേക്ക് കയറ്റി, അടുത്തൊരു തലത്തിലേക്ക് കയറ്റി കർത്താവ് ഇന്ന് ചിലവരെ ഇതിനകത്ത് നിന്ന് പുറത്തെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Amen. Hallelujah. La sharakasiyantana gadagana. Likama baba baba sekeliantana. ഞാൻ പറഞ്ഞതുപോലെ ആമേൻ, ഇതിന് നമ്മുടെ സഭയ്ക്കകത്ത് 5 തരത്തിലും ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഒരു സഭയെ കർത്താവ് പണിതു വരുന്നത് ഇവാഞ്ചലിസ്റ്റ് സഭയ്ക്കകത്ത് എന്ത് കൊണ്ടുവരും? ആത്മാക്കളെ കൊണ്ടുവരും. ആ ആത്മാക്കളെ അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാന സഭയെ പണിയുന്നത് പോലെ ഈ സഭയ്ക്കകത്തുള്ള ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകരും ഈ ആത്മാക്കളെ പണിതു കൊണ്ടുവരും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സഭയ്ക്കകത്ത് 5 തരത്തിലും ശുശ്രൂഷ ചെയ്യുന്ന 5 തരത്തിൽ കർത്താവിന്റെ ഫൈവ്ഫോൾഡ് മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഒരു എന്താണ് ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ ഉത്തരവാദിത്തം? ഒരു സുവിശേഷകൻ എന്നത് എപ്പോഴും സുവാർത്തയെ, നല്ല വാർത്തയെ പ്രസംഗിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇന്ന് ഞാൻ വ്യക്തമായി ഇതിനകത്ത് സുവിശേഷത്തിൽ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റിന്റെ കോളിംഗിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഞാൻ അവരോട് ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ നാവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആമേൻ. ഒരു സുവിശേഷകന്റെ നാവിൽ കൂടെ എപ്പോഴും നല്ല വാർത്തയെ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന സമയത്തിന് മാത്രമല്ല ഞാൻ നല്ലത് പറയേണ്ടത്. സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമല്ലല്ലോ ഒരു സുവിശേഷകന്റെ മാൻഡിൽ എന്റെ കയ്യിലുള്ളത്. എന്റെ കയ്യിൽ ആ വിളിയും ആ മാൻഡിലും എപ്പോഴും എന്റെ കയ്യിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ നാവെടുത്ത് നല്ലത് മാത്രമേ പറയാവൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കർത്താവ് വളരെ ശക്തമായി ഇതിനകത്ത് സംസാരിക്കുകയാണ്. ആമേൻ. ഇതിനകത്ത് അങ്ങനെ അത്തരത്തിലുള്ള മിനിസ്ട്രി ചെയ്യുന്ന ലേഡി മിനിസ്റ്റേഴ്സിനെ കർത്താവ് ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഇന്ന് അതിനകത്ത് ഇങ്ങനെ കർത്താവ് എന്നോട് ആമേൻ സംസാരിക്കുന്ന ഒരു കാര്യമാ. ആമേൻ. ഇതിനകത്ത് വളരെ ശക്തമായി സുവിശേഷം പറയുന്ന, വളരെ ശക്തമായി ഇവാഞ്ചലിസ്റ്റിന്റെ കോളിംഗ് ഉള്ള ആമേൻ ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് കർത്താവ് ശക്തമായി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേശത്തിന്റെ പല ഭാഗങ്ങൾക്കകത്തും സഞ്ചരിച്ച് സുവിശേഷം ചെയ്യുന്ന ചില ടീമിനെ കർത്താവ് ബൈനാഞ്ചി നിങ്ങളുമായി കർത്താവ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്ന ഒരു ടീമുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിശക്തമായ ഒരു സുവിശേഷത്തിന്റെ ഒരു ഓഫീസ് ആമേൻ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ സറൗണ്ടിങ്സിനകത്ത്, ആ ചുറ്റുപാടിനകത്ത് കർത്താവ് തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ ആമേൻ. കഴിഞ്ഞ ദിവസം ഹോളി സ്പിരിറ്റ് വളരെ വ്യക്തമായി ഇടപെട്ട ഒരു കാര്യമാണ്, ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ, ഒരു റിവൈവൽ എന്ന പോർട്ടൽ ആമേൻ ആമേൻ തുറക്കണമെങ്കിൽ അതിനകത്തുള്ള ഒരു ഓപ്പൺ ഡോർ ആകണം ഒരു ഇവാഞ്ചലിസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ ഉൾപ്പെടെ വർഷങ്ങൾ കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഇന്ത്യയുടെ മേൽ ഒരു ഉണർവ് സംഭവിക്കണം. എന്തുകൊണ്ട് ഒരു ഉണർവ് സംഭവിക്കുന്നില്ല? കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഇവാഞ്ചലിസ്റ്റ് എഴുന്നേൽക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതാ ഞാൻ നേരത്തെ പറയുന്നത്, ഒരു റിവൈവൽ ആമേൻ അല്ലെങ്കിൽ ഒരു റിവൈവലിന്റെ പോർട്ടൽ ഓപ്പൺ ആവണമെങ്കിൽ, ഒരു റിവൈവൽ ഓപ്പൺ ആകണമെങ്കിൽ ആമേൻ ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ ഒരു ഓപ്പൺ ഡോർ ആകണം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന റിവൈവലിന്റെ ഒരു റിവൈവൽ എന്ന് പറയുന്നത് ആമേൻ ഇവാഞ്ചലിസ്റ്റുമാരിൽ കൂടെയുള്ള ഒരു മൂവിങ്ങിലൂടെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവ് ഇതിനകത്ത് വ്യക്തമായി ചിലതിനെ കർത്താവ് പിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ലഷറ ചെലിയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഏത് മീറ്റിങ്ങിനകത്ത് പോയാലും ഞങ്ങൾ മീറ്റിങ്ങിന് പോകുന്ന ആൾക്കാരെ പ്രൊഫസി ചെയ്യുന്ന ആൾക്കാരാണ്. മിക്കയുടെ മേൽ നമ്മൾ പ്രൊഫസി ചെയ്യുമ്പോൾ കർത്താവ് അവരിൽ കുറിച്ചിരിക്കുന്ന കോളിംഗ് മിക്കവരും അപ്പോസ്റ്റൽസ്, പ്രവാചകൻ, കൂടുതൽ പ്രവാചകന്മാരല്ലേ. പക്ഷെ സുവിശേഷന്മാരുടെ കോളിങ്ങിനകത്ത് നമ്മൾ കാണപ്പെടുന്ന ഒരു ചുരുക്കമാണ്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ആത്മാവിനോട് സംസാരിക്കുന്ന അടുത്തൊരു റിവൈവൽ ആകുന്ന ഒരു സുവിശേഷകന്റെ കോളിങ്ങിലൂടെ ആയിരിക്കും. എത്ര പേര് അത് ഏറ്റെടുക്കുന്നു? ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസ്റ്റിന്റെ പവറിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിൽ കൂടെയും ഒരു സുവിശേഷകനിൽ കൂടെയാണ് അടുത്ത ഇന്ത്യയുടെ മേലുള്ള മെഗാ തരത്തിലുള്ള റിവൈവൽ ഓപ്പൺ ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു വിശ്വാസിയായിരിക്കുമ്പോഴും നമ്മൾ ഒരു മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കുമ്പോഴും നമ്മൾ ഓപ്പൺ ആകേണ്ട ഒരു കാര്യമാണ് ഇവാഞ്ചലിസ്റ്റിന്റെ പവർ. ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ പവർ, ആ ഒരു പവർ ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരോട് നമുക്ക് ഗോസ്പൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കാം, അറിവിൽ നിന്നുകൊണ്ട് പറയാം. പക്ഷെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയണമെങ്കിൽ ആ ഇവാഞ്ചലിസ്റ്റിന്റെ പവർ നമ്മളിൽ വ്യാപരിക്കണം. അതിനുവേണ്ടി ഇന്ന് ആത്മാവിൽ നിങ്ങളോട് ഞാൻ കൈമാറുകയാണ്. ആ ഇവാഞ്ചലിസ്റ്റിന്റെ കോളിങ്ങിന്റെ പവറിനകത്ത് നിന്ന് ഇന്ന് കർത്താവ് ഇതിനകത്ത് ചിലവരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് ജീസസ് ആണ്, യേശുവാണ്. ഏറ്റവും വലിയ സുവിശേഷകൻ എന്ന് പറയുന്നത് യേശുവാണ്. നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഇപ്പോൾ വസിക്കുന്നു. അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഇവാഞ്ചലിസ്റ്റിന്റെ പുതപ്പുകൾ കർത്താവ് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ആത്മാവിൽ കാണുകയാണ്. ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ മാൻഡിലുകൾ കർത്താവ് ഇതിനകത്ത് നിന്ന് കൈമാറുകയാണ്. യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വൈ? കർത്താവ് വചനം മാത്രമല്ല അവിടെ സംസാരിക്കുന്നത്, സുവിശേഷം മാത്രമല്ല അവിടെ സംസാരിക്കുന്നത്, സുവിശേഷത്തിനപ്പുറം വചനത്തിന്റെ ശക്തിയെയും അവിടെ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള മിനിസ്ട്രികൾ കൈകാര്യം ചെയ്യുന്ന അങ്ങനെ ആ ഒരു ഇവാഞ്ചലിസ്റ്റുമാരെ കർത്താവ് ഈ രാത്രികാലം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ആത്മാവ് സംസാരിക്കുകയാണ്. ലഷറ തേലിയാന്തുല കതേലിയാന്തന ലീബ ഹന്ദുൽ കടഗമന ഹത്തുൽ കടഗസിയാന്തന ലഷറ തേലിയാന്തന കടഗദന ലസ്മ തേലിയാന്തന. ഇന്ന് കർത്താവ് അങ്ങനത്തെ മാൻഡിലുകൾ കൈമാറുകയാണല്ലോ. കർത്താവ് യേശുക്രിസ്തു നമ്മളിൽ നിന്നുള്ള മിനിസ്ട്രികൾ ആഗ്രഹിക്കുന്നത് അവന്റെ വിശ്വസിക്കുന്നവരാല ഈ അടയാളങ്ങൾ നടക്കും. അവർ അത്ഭുതങ്ങൾ ചെയ്യും, വീരപ്രവൃത്തികൾ ചെയ്യും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. അത്തരത്തിലുള്ള ഒരു മിനിസ്ട്രിയെ ചെയ്യുവാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മിനിസ്ട്രിയിൽ അങ്ങനത്തെ ഇവാഞ്ചലിസ്റ്റുമാരെ കർത്താവ് ഈ രാത്രികാലം പുറത്തെടുക്കാൻ പോവുകയാ. ലബര ഹന്ദുൽ കടഗസിയാന്തൽ കടഗശേരിയാന്തന ലഗതേലിയാന്തലഗടഗദനയ ലോഷറകതനിയാന്തന ലക്കിതന. കർത്താവ് എങ്ങനെയാ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവാഞ്ചലിസ്റ്റിന്റെ ഓഫീസിനകത്ത് ഒരു പ്രസംഗം മാത്രമല്ല വെളിപ്പെടേണ്ടത്. ഒരു ഇവാഞ്ചലിസ്റ്റ് ഒരു പാക്കേജിനകത്ത് അതിനകത്ത് വെളിപ്പെടേണ്ടത് പ്രീച്ചിങ്, ഹീലിംഗ്, ഡെലിവറൻസ്. ഹല്ലേലൂയ. എന്താ കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി? അല്ലെങ്കിൽ എന്താണ് പവർ ഓഫ് ഇവാഞ്ചലിസ്റ്റിന്റെ ഓഫീസിനകത്ത് വരുന്നത്? അത് വെറും പ്രസംഗങ്ങൾ മാത്രമായിട്ടല്ല. അതിനകത്ത് ഒരു പ്രീച്ചിങ് വേണം, അതിനകത്ത് ഹീലിംഗ് നടത്തണം, അതിനകത്ത് ഡെലിവറൻസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ കണ്ണുകളെ തുറക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. കണ്ണുകളെ തുറക്കുന്നവനായിരിക്കണം. അതിനകത്ത് സൗഖ്യങ്ങൾ നടക്കണം, ഹീലിംഗുകൾ നടക്കണം. എങ്ങനത്തെ ഹീലിംഗ്? 2 തരത്തിലുള്ള ഹീലിംഗ് നടക്കണം. ബാഹ്യമായും ആന്തരിക സൗഖ്യം നടക്കണം. നിന്റെ ഇന്നർ മാനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്ന ഹീലിംഗ് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാരായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഡിമോണിക്കൽ മേഖലയുടെ അധികാരം അതിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട്, അതിന്റെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് വിടുവിച്ചെടുക്കണം എന്നായിരിക്കണം ഒരു ഇവാഞ്ചലിസ്റ്റ്.
ഹല്ലേലൂയ. അതിനപ്പുറം കുരുട്ടു കണ്ണുകളെ തുറക്കുന്നവനായിരിക്കണം. അത്തരത്തിൽ കുരുട്ടു കണ്ണുകളെ തുറക്കുന്ന ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. Laba handal kadagasiantana la sharateli bara handul kadagasiya la kateli bara handal kadagasiantana. ഓ യെസ് കർത്താവാകനെ എഴുന്നേൽപ്പിക്കുകയാണല്ലോ. ഓ സെക്കൽ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോൾ വിന്നർ ആകണം. ആത്മാക്കളെ കുറിച്ച് ബേഡൻ ഉണ്ടാകുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള ചില ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. കർത്താവ് എന്തൊക്കെ ചില മാഞ്ചലുകൾ കർത്താവ് ഇതിനകത്ത് കൈമാറുകയാണ്. യെസ് അത് പ്രാപിച്ചോ. ലിബറ ഹന്തൽ ഖഡഗസിയാന്തന ലിഹതേ ലിബറ ഹന്തുൽ ഖഡഗമാന ഹന്തൽ ഖഡഗദേരിയ റിഖമ ബാബാ ലികസെകലിയാന്തന ലിസെകലിയാന്തന ലോശറകതലിയാന്തന. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് സുവിശേഷം മാത്രം പറയുന്നതല്ല, സുവിശേഷത്തിനപ്പുറം സുവിശേഷത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. ക്രിസ്തുവിനെ കുറിച്ച് പറയുക മാത്രമല്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. അത്തരത്തിൽ ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന, അത്തരത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. എനിക്കറിയില്ല, ചില അപ്ഗ്രേഡനേഷൻസ് കർത്താവ് ഇന്ന് രാത്രികാലം ഇതിനകത്ത് തുറക്കുകയാണ്. ചില അപ്ഗ്രേഡനേഷൻ കർത്താവ് തുറക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസ്റ്റ്, വാട്ട് ഈസ് ഇവാഞ്ചലിസ്റ്റ്? എന്താണ്? കർത്താവിന്റെ ശക്തിയെ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന, അതിനപ്പുറം യേശുവിനെ പ്രകടീയമാക്കുന്ന, ജാതികളിൽ നിന്ന് കണ്ണുകളെ ഉറപ്പിക്കുന്ന, പാതാളത്തിൽ നിന്ന് ആത്മാ വിടിവിച്ചു കൊണ്ടുവരുന്നതായിരിക്കണം ഒരു ഇവാഞ്ചലിസ്റ്റ്. അത്തരത്തിലുള്ള ചില മാഞ്ചലുകളെ കർത്താവ് രാത്രികാലം ഇതിനകത്ത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. റിവൈവൽ എന്റെ നിങ്ങളുടെ സഭയ്ക്കകത്ത് സംഭവിക്കണമോ? ആയിരിക്കുന്ന സമൂഹത്തിന് സംഭവിക്കണമോ? യെസ് റൈറ്റ് നൗ ദ ഇവാഞ്ചലിസ്റ്റുമാർ എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പവറിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന, ശക്തിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിവൈവലിന്റെ ഡോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസം ആണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 6-ാമത്തെ നമ്മൾ വായിക്കുമ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫിലിപ്പോസ് എന്ന പറയുന്ന മനുഷ്യൻ ശമരിയ പട്ടണത്തിൽ ചെല്ലുമ്പോ അതിനകത്ത് വലിയ ഗ്രേറ്റ് റിവൈവൽ നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഫിലിപ്പോസ് വചനം പ്രസംഗിക്കുകയെ അതിനകത്ത് ഹോളി സ്പിരിറ്റിന്റെ വലിയ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനകത്ത് ഞാൻ നിങ്ങളുമായി ഒരു കാര്യം ഞാൻ കൈമാറുകയാണ്. ഇതിനകത്ത് ദേശങ്ങളെ പിടിക്കുന്ന, യെസ് ദേശങ്ങളെ പിടിക്കുന്ന, ഡീമോണിക്കൽ വേർഡിന്റെ അണ്ടറിൽ ആയിരിക്കും ചില ദേശങ്ങളെ പവറിൽ വർക്ക് ചെയ്യുന്ന ചില ഇവാഞ്ചലിസ്റ്റുമാർ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിനെ എഴുന്നേൽക്കുകയാണ്. അത് പ്രാപിച്ച കർത്താവ് മാഞ്ചലുകൾ ഈ സമയം പകരപ്പെടുത്തുകയാണ്. പകരപ്പെടുത്തി ചില കുരുട്ടുകണ്ണുകളെ തുറക്കുവാന്, ചില ആത്മാക്കളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ. നിന്നുള്ള കോളിംഗ് കൊണ്ട് ഹോളി സ്പിരിറ്റിന്റെ പവർ വെളിപ്പെട്ടാൽ ഒരു പട്ടണം നിനക്ക് വേണ്ടി തിരിയപ്പെടുന്നത് പോലെ ഈ നാടൊക്കെയോ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നീ ഇവാഞ്ചലിസ്റ്റിന്റെ കോളിംഗിനകത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പട്ടണം നിനക്ക് വേണ്ടി തിരിയപ്പെടുകയാണ്. ശമരിയ എന്ന പട്ടണം ഫിലിപ്പോസ് ചെല്ലുന്നതിന് മുന്നേ സ്തേഫാനോസിന്റെ മരണം മുഖാന്തരം ആ ശമരിയ പട്ടണം മൊത്തം ചിതറിപ്പോയത് കൊണ്ട് അതൊരു ഓർഡർ ഇല്ലാതായി കിടക്കുന്ന ഒരു പട്ടണമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഒരു ശക്തമായ ഒരു സുവിശേഷകൻ ആ ദേശത്ത് കാലുകുത്തുമ്പോൾ അന്ന് വരെ അവർ അനുഭവിക്കാത്ത സന്തോഷം അവിടെ അനുഭവിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു സുവിശേഷകൻ കർത്താവിന്റെ പവറിനകത്ത്, കർത്താവിന്റെ ശക്തിക്കകത്ത് മൂവ് ചെയ്യുന്ന ഒരു സുവിശേഷകൻ ഒരു ദേശത്ത്
കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പട്ടണത്തിനകത്ത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡീമോണിക്കൽ വേർഡ് അലറണ, അന്നുള്ള ഡീമോണിക്കൽ വേർഡ് പുറത്തു പോണ, ആമേ സന്തോഷം വ്യാപരിക്കണ, ഇരുട്ട് മാറി വെളിച്ചമാകണ. ഇതാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം. ഷാഠാരമാന ഹന്തല കേവലം കവല പ്രസംഗങ്ങൾ കൊണ്ടോ ട്രാക്റ്റുകളെ കൊണ്ടോ ഒതുങ്ങുന്നതല്ല ഇവാഞ്ചലിസം. ആമേ അറിവുകൾ കൊണ്ട് സംസാരിക്കുന്നതല്ല ഇവാഞ്ചലിസം. അറിവുകൾക്കപ്പുറം, പ്രസംഗങ്ങൾക്കപ്പുറം കർത്താവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കണം ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസം. Shanta Ramana Handal Kadagasiantana Liba Handul Kadagasiantana Libara Handul Kadagasia Lima Shantanagasiantana. ഇന്ന് അത്തരത്തിൽ റലത്തിൽ ആമൻ മൂവ് ചെയ്യുന്ന ചില ഇവാഞ്ചലിസ്റ്റുമാരെ കർത്താവ് ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പിക്കുകയാണ്. യെസ്, നീ ഏത് പട്ടണത്തിൽ ചെന്നാലും ആ പട്ടണം നിനക്ക് നേരെ ആമൻ, ചിലപ്പോൾ നിനക്ക് ആ പട്ടണം അനുകൂലമായിരിക്കത്തില്ല. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഒരു പ്രോപ്പസി നിങ്ങളുമായി ഞാൻ കൈമാറുകയാണ്. ആമി, നിനക്കിപ്പോ നിന്റെ പട്ടണം നിനക്ക് അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ കർത്താവ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന കോളിംഗ് കൊണ്ട് ആ പട്ടണത്തെ നിനക്ക് നേരെ നിനക്ക് അനുകൂലമായി തിരിക്കുവാൻ കഴിയും. ഓ ഷാര തേലി ബാര ഹന്ദുൽ ഖഡഗസിയാന്തന ലഗതേരി അന്തന ഘടകദന ദൂര തേലി ബാറ്റോരു യസ്മാന ഹന്ദൽ ഘടകദനയ. അങ്ങനെ 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 ആമേ ദേശങ്ങൾക്ക് ആർക്കൊക്കെ മുമ്പ് വഴിമാറുകയാണ്. ദേശങ്ങൾ ആർക്കൊക്കെ മുമ്പേ ആമേ തുറക്കുകയാണ്. തുറക്കട പാതകളെ നിന്റെ കോളിംഗ് ഉപയോഗിച്ച് നീ തകർക്കാൻ പോവുകയാണ്. ആത്മാവ് സംസാരിക്കുകയാണ്. ദുർഘടങ്ങളെ കർത്താവ് അത് മാറ്റുവാൻ പോവുകയാണ്. ആത്മാവ് സംസാരിക്കുകയാണ്. Lashara Kateniantana, Lusa Keliantel Kadagasiana, Likama Sekeliantana. യെസ്, നിന്നിലുള്ള കോളിംഗിന്റെ പവറിലൂടെ നീ വാഴ്ചകൾ വാഴുന്നതല്ല കാണുന്നത്, നിന്നിലുള്ള കോളിംഗിന്റെ പവറിലൂടെ വാഴ്ചകൾ വീഴുന്നത് നീ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില വാഴ്ചകൾ ദേശത്തിന്റെ അധികാരം പറഞ്ഞു നിൽക്കുന്ന ചില വാഴ്ചകൾ വീഴുന്നത് കാണാൻ പോവുകയാ. യെസ്, ആത്മാവ് അങ്ങനെ ആരുടെയൊക്കെയോ പ്രവചിക്കുകയാണ്. ആമേ, നീ ഇന്ന് നിന്റെ കോളിങ്ങിനകത്ത് ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേ, യെസ്, നിന്റെ കോളിങ്ങിനെ തിരിച്ചറിഞ്ഞ കർത്താവ് എന്റെ കോളിംഗ് ഇതാണ്, ആ കോളിങ്ങിനകത്ത് അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ, അങ്ങനെ പവർ വ്യാപരിക്കട്ടെ, അങ്ങനെ പറഞ്ഞ് നീ ഇത് തിരിച്ചറിഞ്ഞ് നീ ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ ആമേൻ. നീ ഇന്ന് വരെ നീ കണ്ടത് വാഴ്ചകൾ വാഴുന്നതാണ്, എന്നാൽ നിന്റെ കോളിംഗിൽ വ്യാപരിക്കുന്ന പവർ മുഖാന്തരം നീ ഇനി കാണാൻ പോകുന്നത് വാഴ്ചകൾ നിന്റെ മുമ്പിൽ വീഴുന്നതാണ്. ലാബ ശാന്താരബര ഹന്തൽ ഘടകസിയാന്തന. ആത്മമണ്ഡലങ്ങൾക്കകത്ത് ഫൈറ്റ് ചെയ്യുന്ന ചില ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ആമേൻ ആമേൻ. അകത്ത മനുഷ്യനെ സ്ട്രോങ് ആക്കുന്ന, ഇന്നർ മാനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്ന ഇവാഞ്ചലിസ്റ്റുമാർ, ആമേൻ, അകത്തെ മനുഷ്യനെ ദേഹി ആത്മാവിനകത്ത് ആന്തരിക സൗഖ്യങ്ങൾ നടത്തുന്ന ചില ഇവാഞ്ചലിസ്റ്റുമാർ യേശുവിന്റെ നാമത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഓ ലാഖാതരമന ഹന്തൽ ഘടകസിയാന്തന റെബെക തുരി ഘടകദനിയ ലിഖര ഘടകദനി അന്തൽ ഘടകസിയാന്തന. ആമേൻ ആമേൻ ആമേൻ. നീ പോകുന്നിടത്ത് തുറന്ന സ്വർഗം വെളിപ്പെടണം. ആമേൻ. നീ പോകുന്നിടത്ത് സന്തോഷം വെളിപ്പെടണം. നീ പോകുന്നിടത്ത് ഇരുള് പാറിപ്പോണം. നീ പോകുന്നിടത്ത് അവിടുത്തെ എന്താണോ വാഴ്ച, അവിടുത്തെ എന്താണോ അധികാരം, അത് നിന്റെ മുന്നിൽ കീഴടങ്ങണം. യെസ്, അതാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഇവാഞ്ചലിസം. ഈ ഇവാഞ്ചലിസത്തിന്റെ പവറാണ് കർത്താവ് ഇന്ത്യയുടെ മേൽ അടുത്ത നാളുകൾ കർത്താവ് തുറക്കുവാൻ ആഗ്രഹിക്കുന്നത്. യെസ് യെസ് യെസ്. റഥനി ആന്തന ലഷറധോരി ആന്തൽ ഘടകസിയ ലീബ്ര ഹന്ദുൽ ഘടകസിയാന്തന. യെസ് 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 യെസ്. ഓ റഷറക. അങ്ങനെ പവർഫുൾ ആയ ചില മിനിസ്റ്റേഴ്സിനെ കർത്താവ് ഈ നാളുകൾ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണല്ലോ. ഓ റഥനി ചില ഫിലിപ്പോസുമാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മമണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്നത് അവിടെ നോക്കി ഷണ്ണനുമായി സംസാരിച്ച ശേഷം പിന്നെ ഫിലിപ്പോസിനെ കാണുന്ന അസ്തോദിലാണ്. ഇത് പിടിക്കാൻ പറ്റണമെങ്കിൽ പിടിച്ചോണം. പിന്നെ കാണുന്ന അസ്തോദിലാണ്. ഫിലിപ്പോസ് എങ്ങനെയാ പോയത്? ആത്മമണ്ഡലങ്ങളിൽ യാത്ര ചെയ്തു. അങ്ങനെ ഹെവൻലി റലത്തിനകത്ത് സഞ്ചരിക്കുന്ന ഫിലിപ്പോസുമാർ, ഹെവൻലി റലത്തെ സെൻസ് ചെയ്യുന്ന ഫിലിപ്പോസുമാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ലബര ഹന്ദുൽ ഘടകസിയാന്തന
Legeria, Legera, Handel Kadagasi Antana, Lisharateli Antula Tera, Handel Kadagasi Antelegadana, Rush Mateli Bara Handel Kadagasia, Lika Baba 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 Baba, Ruka Bala, Handel Kadagasi Antana, Eshibidanam, the evangelist in the power and an Eshibanam, the release Egiana, or the evangelist in the power and Eshibanam, the release Egiana. Yes, Nanga soul Vinche in the Varagate, Atmakala Vidivik in the Varagate. യേശുവിന്റെ നാമത്തിൽ പാതാളത്തിൽ കിടക്കുന്ന ആത്മാക്കളെ വിടുവിച്ച ദൈവരാജ്യത്തിന് വേണ്ടി തുടർന്ന് സ്വർഗത്തിനകത്ത് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ മാറട്ടെ. ഞങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ കീഴ്പ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾ തുറക്കപ്പെടട്ടെ. Oh, Reteliantal Kadagasiantana. Yes, yes, Patrosumare Poleo. ഒറ്റ പ്രസംഗത്തിന് 3000 വിടുവിക്കപ്പെടുന്ന പത്രോസുമാരായും ഫിലിപ്പോസുമാരായും ഒരു സുവിശേഷകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. യെസ്, മറിയമാറിനകത്ത് എഴുന്നേൽക്കട്ടെ. നല്ല വർത്തമാനം പറയുന്ന, സുവാർത്തയെ ഷെയർ ചെയ്യുന്ന മറിയമാർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. യെസ്, അടുത്ത ഒരു സീസൺ എന്ന് പറയുന്നത് ഞാൻ ആത്മാവി സഭയോട് ഞാൻ വിളിച്ചു പറയുന്ന കാര്യമാ. ആമേ, അടുത്ത സീസൺ എന്ന് പറയുന്നത് ഇവാഞ്ചലിസ്റ്റിന്റെ സീസൺ ആണ്. നീ ഇന്ന് വരെ അകത്തിരുന്ന് നീ പറഞ്ഞുവെങ്കിൽ ഇന്ന് അടുത്ത സീസൺ എന്ന് പറഞ്ഞ് നീ പുറത്തു വരുവാൻ പോവുകയാണ്. പുറത്ത് വന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് അടുത്ത സീസൺ. ഇനി അകത്തിരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ആമേ, ഞാൻ ഒരു കാര്യം വളരെ തീർച്ചയായിട്ടും പറയാം. സൺഡേ വന്നു, ഫാനടി കൊണ്ടു, ആമേ മൈക്ക് വെച്ച് പറഞ്ഞു, ആമേ എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് പോകുന്ന ഇനി ആ സീസണെ കർത്താവ്, ഇനി അതല്ല സീസൺ. സഭ പുറത്തു വരുന്ന സീസൺ ആണ്. പുറത്ത് വന്ന് ക്രിസ്തുവിനെ പരസ്യമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സീസൺ ആണ്. അതിനു മുന്നേ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പവറിനകത്ത് കയറണം. ആ പവറിന്റെ ഇവാഞ്ചലിസത്തിനകത്ത് കയറണം. എന്തിനാ? ആമേ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടം സോളുകളെ നേടുവാൻ വേണ്ടി, ഒരു കൂട്ടം സോളുകളെ നേടുവാൻ വേണ്ടി ആത്മാക്കളെ കുറിച്ചുള്ള ബർഡൻസ് യേശുവിന്റെ നാമത്തിനകത്ത് വർദ്ധിക്കട്ടെ. ആത്മാക്കളെ കുറിച്ചുള്ള വേദനകൾ വർദ്ധിക്കട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കളെ പിടിച്ചു കൊണ്ടുവരുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി അടുപ്പിക്കുവാൻ ഇതിനകത്ത് അങ്ങനത്തെ സോൾ വിന്നേഴ്സ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. Libara handul kadagasiantal proudaderiya labaraga tuli kadagadana. Yes, yes, yes. അത് ഭയങ്കര ഇവാഞ്ചലിസ്റ്റുമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ആര് സറണ്ടർ ചെയ്യുന്നോ കർത്താവ് അടുത്ത സീസൺ അവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്നൊരു സറണ്ടറിങ്ങിന്റെ സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഒരു സമർപ്പണത്തിന്റെ ഭാഗത്തിലേക്ക് കടന്നു വന്ന് കർത്താവ് എന്നിൽ വെച്ചിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റിന്റെ മിനിസ്ട്രി ആളിക്കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ത്യയെ തിരിക്കുന്നതാകട്ടെ. യെസ്, ആ മഞ്ജു എന്ന് പറയുന്ന ഡിവൈസിനോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. സിസ്റ്ററെ, നിങ്ങളുടെ മേൽ അതിശക്തമായ ഒരു ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി കർത്താവ് ഈ രാത്രികാലം ഓപ്പൺ ചെയ്യുകയാണ്. നിന്നിൽ കൂടെ പുറപ്പെടുന്ന ചില തീയായിരിക്കും. നിന്നിൽ കൂടെ പുറപ്പെടുന്ന ചില ആ തീ മുഖാന്തരം ചിലതിനെ കരിച്ചു കളയും. ചിലതിനെ കരിച്ചു കളയും. ചില കുടുംബങ്ങളെ ചിലതിനെ കരിച്ചു കളഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി പുറത്തെടുക്കുന്ന സീസൺ അതിവിദൂരമല്ല. ആത്മാവ് പ്രവചിക്കുകയാണ്. ഫയർ അനോയിന്റിങ്, ഭയങ്കര ഒരു അനോയിന്റിങ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. യെസ് ലോർഡ്, യെസ് യെസ് യെസ്. പിടിച്ചോ റേബാ ഷെഖലിയാന്തന ഫയർ Laba sekeliantana gasiantana. Yes, 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 yes. Yes, yes. Sakama sharakama. ചില ലോക്കുകൾ നിങ്ങൾ പൊട്ടിക്കുക. ചില ദേശങ്ങളുടെ മേൽ കിടക്കുന്ന ലോക്കുകൾ നിങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ്. ആമേൻ, എനിക്കറിയില്ല നിങ്ങൾ അവനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. സിസ്റ്റർ, നിങ്ങളുടെ നാവിൽ കൂടെ വരുന്ന ചിലത് തീയായി അത് പുറപ്പെടാൻ പോവുകയാണ്. അത് ചിലതിനെ കരിച്ചു കളയും, അത് ചിലതിനെ എരിച്ചു കളയും. യെസ് യെസ്, ഫയർ അനോയിന്റിങ്. Labara handul kadagasiantana liba baba 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 baba. Yes, evangelistമാർ എഴുന്നേൽക്കട്ടെ. ബിനാൻജി, നിങ്ങളുടെ അത്രത്തിലുള്ള ഭയങ്കര ഹെവി മാൻഡിൽ കർത്താവ് രാത്രികാലം പകരുകയാണ്. പവറിനകത്ത് നിന്ന് ഹാൻഡിൽ ചെയ്യുന്ന, ഇന്ന് വരെ ഭാരതം സഭ കാണാത്തത്, ഇന്ത്യ സഭ കാണാത്തത്, അങ്ങനെ പവറിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രിയുടെ അടുത്തൊരു ഓപ്പണിംഗ് നിങ്ങളുടെ മേൽ കർത്താവ് രാത്രികാലം തുറക്കുകയാണ്. ആത്മാവ് സംസാരിക്കുകയാ.
Lisa Teri Antal Kadagaderia Andal Kadaga Shandal Kadagabara Handal Kadagadana ആത്മാവോട് ഇങ്ങനെ സംസാരിക്കാൻ പറയുക. അതിരുകൾ വിശാലമാകാൻ സമയമായി. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ അതിരുകൾ വിശാലമാകാൻ സമയമായി. ഇനി അത് മരണപാശങ്ങൾക്ക് പിടിച്ചു വെക്കുന്നത് അസാധ്യം. ഇനി ചില മനുഷ്യർക്ക് അത് പിടിച്ചു വെക്കുന്നത് അസാധ്യം. യെസ്, അത് പുറത്തു വരുവാൻ സമയമായി. അത് പുറത്തു വരുവാൻ സമയമായി. The season is came. ആമേൻ. നിങ്ങളുടെ സീസൺ ഇതാ വന്നിരിക്കുന്നു. നിങ്ങളുടെ സീസൺ ഇതാ അടുത്തിരിക്കുന്നു. ഇനി മനുഷ്യർക്ക് അതിനെ പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല. ആ അവകാശങ്ങളെ ഇനി മനുഷ്യർക്ക് ഇനി പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അത് പുറത്തു വരുവാൻ സമയമായി. യെസ് 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 റഥേനിയാൻസന ഭയങ്കര എനിക്ക് സംസാരിക്കുകയാണ്. വിശാലത എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ്. ഒരു എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. ആമെ വിളിച്ചൊരുക്കിയ മാളിക മുറിക്കകത്ത് വന്ന പരിശുദ്ധാത്മാവിന്റെ ചലനം നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ആ ചലനം ആ പട്ടണത്തെ തിരിക്കും. അതിനകത്ത് നിന്ന് ഒരു റിവൈവൽ സ്റ്റാർട്ട് ആകുക. അതിനകത്ത് ചില ഇവാഞ്ചലിസ്റ്റുമാർ എഴുന്നേൽക്കുക. യെസ് യെസ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചില ലേഡീസ് ഇവാഞ്ചലിസ്റ്റുമാർ കർത്താവ് എഴുന്നേൽപ്പിക്കുക. അധികാരത്തോടെ മിനിസ്ട്രി ചെയ്യുന്ന, അവകാശത്തോടെ മിനിസ്ട്രി ചെയ്യുന്ന, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം ഇവാഞ്ചലിസ്റ്റുമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ചേ കർത്താവ് ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന പവറിനകത്ത് മൂവ് ചെയ്യുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന പവർ മിനിസ്ട്രിയായ ഇവാഞ്ചലിസ്റ്റിലൂടെ മൂവ് ചെയ്യുവാൻ ഒരു സോൾ വിന്നറായി കർത്താവ് ഇന്ന് രാത്രികാലം എന്നെ എഴുന്നേൽപ്പിക്കണമേ. അതിനായി അങ്ങനെ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് ഭയങ്കര ഫ്ലോയിങ് അനോയിന്റിങ് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇവാഞ്ചലിസ്റ്റിന്റെ കോളിങ്ങിനകത്തുള്ള ചില അനോയിന്റിങ്സിന് കർത്താവ് ഇതിനകത്ത് പകരുകയാണ്. ആ മാൻഡിലുകളെ കർത്താവ് ഈ രാത്രികാലം ഇതിനകത്ത് മൂവ് ചെയ്യുകയാ. ലബന ഹന്തൽ ഘടകസിയാന്തന. യെസ് ലോർഡ് കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ചലിക്കുന്ന കൃപയ്ക്കാണ് സ്തുതിക്കുന്നു. ഈ നാളുകൾ അടുത്തൊരു റിവൈവലിന്റെ ഭാഗമാകുവാൻ ഞങ്ങളുള്ള ആ ഇവാഞ്ചലിസത്തെ അതിന്റെ ഡെപ്തോടെ ഈ ദിവസങ്ങൾ അങ്ങ് തുറക്കുമാറാകണമേ. ആ ഓപ്പണിങ്ങിൽ ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങനെ ചെയ്ത കൃപയ്ക്കാണ് സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഒരു മിനിറ്റ്, ഈ അലൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഡിവൈസിനോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കാം. ബ്രദറെ ഫിലിപ്പോസെ, നിനക്ക് വേണ്ടി ഒരു ഷണ്ണൻ മരുഭൂമിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി സമയം അതിവിദൂരമല്ല. എഴുന്നേൽക്കാൻ ആത്മാവ് സംസാരിക്കുകയാണ്. ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കർത്താവ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. കർത്താവിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ്, ബ്രദറെ നിങ്ങൾ എഴുന്നേൽക്കാൻ സമയമായി. യെസ്, നിങ്ങൾക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുക. ശക്തമായ ഒരു ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. ക്രിയേറ്റീവ് മിറാക്കിൾസ് ചെയ്യുന്ന, അതായത് ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന ചില മിറാക്കിൾ ചെയ്യുന്ന മിനിസ്ട്രി കർത്താവ് നിങ്ങളിൽ മേൽ സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ച് അതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്യുവാൻ ആത്മാവ് പ്രവചിക്കുകയാണ്. നിന്റെ അതിരുകളെ കർത്താവ് വിശാലമാക്കും. ഇപ്പോഴത്തെ അവസ്ഥകളെ ഓർത്ത് ഭാരപ്പെടരുതെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം നീ ആയിരിക്കുന്ന സ്ഥലത്തെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ വീടിനകത്തുള്ള സ്ഥിതികളെ കർത്താവ് മാറ്റും. അമ്മേ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള ചില സ്ഥിതികളെ കർത്താവ് മാറ്റും. നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പണിങ്സ് തുറന്നു വെച്ചിരിക്കുകയാണ്. അതിനപ്പുറം ഒരു ഫിലിപ്പോസായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. അതിനപ്പുറം കർത്താവ് ഒന്നും സംസാരിച്ചില്ല. ഫിലിപ്പോസെ, ദിസ് ഈസ് യുവർ സീസൺ. ആമേൻ. അലൻ ബാംഗ്ലൂർ അല്ല, അതിന് പകരം ഫിലിപ്പോസ് ഓൺ ദ ബാംഗ്ലൂർ. ആമേൻ. നിങ്ങളുടെ സീസൺ കർത്താവ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എനിക്കറിയില്ല ബ്രദറെ, നിങ്ങളുടെ ഉള്ളിനകത്ത് ഭയങ്കര ഒരു കത്തലുണ്ട്, ഒരു തീയുണ്ട്. പക്ഷേ അത് എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല. അറിയത്തില്ല എന്നപ്പുറം സപ്പോർട്ടില്ല. എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ?
ഞാൻ ചെയ്തതിനെ സക്സസ് ആവുമോ എന്ന ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുക ബ്രദറെ. ഫിലിപ്പോസെ, എഴുന്നേൽക്കാൻ. ആമേൻ. ആമേൻ. Thank you. ഒരു ശമരിയ പട്ടണം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ. നിങ്ങൾക്ക് മുമ്പേ ആമേൻ കീഴ്പ്പെടാൻ, നിങ്ങൾക്ക് മുമ്പേ ആമേൻ ചില വീഴുന്നത് നിങ്ങൾ കാണുന്നത് അതിവിദൂരമല്ല. ആത്മാവ് സംസാരിക്കുന്നു. ചില പട്ടണത്തിന്റെ മേൽ വാഴുന്ന ചില മണ്ഡലങ്ങൾ വീഴാൻ സമയമായി. അതിലൂടെ കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മാവ് പ്രവചിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു. ഫിലിപ്പോസെ, എഴുന്നേൽക്കാൻ. ആമേൻ. ദിവസങ്ങൾ അത്രത്തോളം ശക്തമായ ഒരു കാഴ്ചപ്പാട് തന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച ആന്റിയോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അടുത്ത നാളുകൾ ശക്തമായ ഒരു ഇവാഞ്ചലിസ്റ്റിനകത്ത് നമ്മൾ മൂവ് ചെയ്യണം. സുവിശേഷത്തിനകത്ത് കേവലം സുവിശേഷം പറയുക മാത്രമല്ല, സുവിശേഷത്തിന്റെ ശക്തി എന്തെന്ന് നമ്മളുടെ പ്രകടമാക്കണം. നമ്മൾ ചെല്ലുമ്പോൾ ഭൂതങ്ങൾ അലറണം. നമ്മൾ ഒരു രോഗിയുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകണം. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ബാഹ്യ സൗഖ്യം, അതിനപ്പുറം ഒരു ആന്തരിക സൗഖ്യം ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് സംഭവിക്കണം. ആമേൻ. ഹല്ലേലൂയ. അത്തരത്തിൽ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാർ കർത്താവ് നമ്മുടെ ഇടയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കും. അത് നിങ്ങൾ കാണും. അലൻ ബ്രദറെ, നിങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കുക. ബീന ആന്റിയുമായി കണക്ട് ചെയ്ത് നിൽക്കുക. ഭയങ്കര മൂവിങ് ഉണ്ടാവും. അമ്മേ, നിങ്ങളുടെ ആ ബാംഗ്ലൂർ പട്ടണത്തിന്റെ ഭയങ്കര മൂവിങ് സംഭവിക്കാൻ പോവുകയാണ്. അമ്മേൻ. സുവിശേഷത്തിന്റെ ഭയങ്കര തീ കർത്താവ് ഇതിനകത്തിട്ടിട്ടുണ്ട് നിങ്ങളുടെ അകത്ത്. അമ്മേ, കർത്താവിന്റെ വലിയ ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേ പോകും. ഇപ്പൊ മണി 9 കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും കാണാം. ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു.